ഹലോ മക്കളെ, വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. അതുൽ സാറാണേ. അപ്പോൾ നമുക്ക് 10th ഓണം എക്സാം ഇതാ വരല്ലേ. അപ്പോൾ ഓണം എക്സാം വരുന്നതിന് മുന്നേ മാത്സിലെ എല്ലാ ചാപ്റ്ററിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞങ്ങളിത് വന്നിരിക്കുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ചാപ്റ്ററിലെ എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾക്ക് കിട്ടും. എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞങ്ങളിവിടെ ചെയ്തു തരും. ഓക്കെ അല്ലേ? നന്നായിട്ട് പഠിക്കുക. എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ട്. നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ മക്കളെ എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ്. എളുപ്പമുള്ള ചാപ്റ്റർ ആണല്ലേ. നല്ല എളുപ്പമുള്ള നമുക്ക് കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയാലോ? നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2442 അടുത്തത് ഏതാണ്? അടുത്ത മിസ്സിംഗ് ടേം ഏതാണോ? ഓക്കെ. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുക മക്കളെ. അടുത്തടുത്തുള്ള ടേംസ് ആണെങ്കിൽ ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി അല്ലെ. അതായത് റൈറ്റ് നിന്ന് ലെഫ്റ്റ് മൈനസ് ചെയ്യണം, എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ 42 - 24 42 - 24 എന്ന് പറഞ്ഞാൽ 18 ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടി. ഓക്കെ. അപ്പോൾ ഈ 24 18 പ്ലസ് ആകുമ്പോഴാണ് 42 കിട്ടുന്നത് അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇനി 42 18 പ്ലസ് ആവട്ടെ. എത്ര മക്കളതാ? +18 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 16 കിട്ടും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഇതാ വീണ്ടും +18 ചെയ്യുക. +18 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക 78 എന്ന് കിട്ടും. ആൻസർ ആയി. ശരി, സിമ്പിൾ. ഓക്കെ. ശരി, ഇനി രണ്ടാമത്തെ ദിവസം നോക്കി മക്കളെ. 24-42 എന്നല്ലേ. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? തൊട്ടടുത്ത് മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് മക്കളെ. 42 നിങ്ങൾ ചെയ്തപ്പോൾ നേരത്തെ ചെയ്തപോലെ 24 അങ്ങോട്ട് മൈനസ് ചെയ്യുക. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഡിവൈഡഡ് ബൈ അതിന്റെ പൊസിഷൻസ് മൈനസ് ചെയ്യാം മക്കളെ. മൈനസ് ചെയ്ത് നോക്കി. 42 എത്രാമത്തെ? തേർഡ് ടേം ആണ്. 24 ഫസ്റ്റ് ടേം അല്ലേ. അപ്പൊ ഇതാ 3 - 1 ഞാൻ ചെയ്യുന്നു. 3 - 1 എത്ര മക്കൾ കിട്ടാ? 18 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അത് എത്രടാ? 9 ആണ്. ആക്ച്വലി ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ, ഇവിടെ നിങ്ങൾ പൊസിഷൻ നമ്മൾ മൈനസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നോക്കടാ, ഇത് സെക്കൻഡ് ടേം ആണ്, ഫസ്റ്റ് ടേം ആണ്. 2 - 1 ഇവിടെ എന്തായാലും തൊട്ടടുത്തടുത്ത് ആയതുകൊണ്ട് എന്തായാലും താഴെ 1 കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. ഓക്കെ. ആക്ച്വലി അങ്ങനെ താഴത്തെ പൊസിഷൻ അങ്ങനെ മൈനസ് ചെയ്യണം. ഓക്കെ. സെറ്റ് അല്ലേ? ഓക്കെ. ഇവിടെ നമ്മൾ സിമ്പിൾ ആയിട്ട് വേറെ ആയതുകൊണ്ട് തേർഡും 1 ആയതുകൊണ്ട് 3 - 1 ചെയ്തു. നമുക്ക് 9 കിട്ടിയത് നമ്മുടെ കോമൺ ഡിഫറൻസ്. ജസ്റ്റ് 9 പ്ലസ് ചെയ്താൽ മതി മക്കളെ. 24 9 പ്ലസ് ചെയ്തെങ്കിൽ 33 കിട്ടും. +9 ചെയ്തെങ്കിൽ 42 കിട്ടും. +9 ചെയ്തെങ്കിൽ 51 കിട്ടും. ആൻസർ ആയി. സിമ്പിൾ അല്ലേ? ഓക്കെ. ഇതാ ഒന്ന് ദിവസം ചെയ്ത് നോക്കുക. 24-42 സിമ്പിൾ ആണ്, കുഴപ്പമില്ല. നമ്മൾ ചെയ്യും. നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. കോമൺ ഡിഫറൻസ് ഇതൊക്കെ ഡി ആണ്. കോമൺ ഡിഫറൻസ് ആട്ടോ. കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 42 - 24 വീണ്ടും ചെയ്യുന്നു. ഡിവൈഡ് ബൈ താഴത്തിന്റെ പൊസിഷൻ നോക്കിക്കേ. ഇത് ഫോർത്ത് ടേം അല്ലേ? 1 2 3 4 ഇത് ഫസ്റ്റ് ടേം. അപ്പൊ നോക്കി 4 - 1 ചെയ്യുന്നു അല്ലേ? നോക്കിയ മക്കളെ. 42 - 24 എന്ന് പറഞ്ഞാൽ 18 ആണ്. ഡിവൈഡ് ബൈ 3 വരും. ആൻസർ 6 വരും. സിമ്പിൾ. ഓക്കെ. 6 പ്ലസ് ചെയ്തേ. 24 + 6 എന്ന് പറഞ്ഞാൽ 30 30 + 6 എന്ന് പറഞ്ഞാൽ 36 36 + 6 എന്ന് പറഞ്ഞാൽ 42. സിമ്പിൾ അല്ലേ? ഇത് തെറ്റിക്കില്ലല്ലോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. ഇങ്ങനെ വരും. അതായത് the two terms in the specific question of the some arithmetic sequence are given. Ready? Write the first 5 terms of each. Okay. ഇത് നമുക്ക് ഫസ്റ്റ് 5 ടേംസ് കിട്ടണം. 1 2 3 4 5 കിട്ടണ്ടേ? ഓക്കെ. ഇത് നമുക്ക് എന്താ തേർഡ് ടേം ഫസ്റ്റ് വന്നിട്ടുണ്ട്, 6th ടേം വന്നിട്ടുണ്ട്. നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പോണേ. കോമൺ ഡിഫറൻസ് D = റൈറ്റ് നിന്ന് ലെഫ്റ്റ് മൈനസ് ചെയ്യുക. റൈറ്റിൽ ചെയ്താൽ മക്കളെ 67 അല്ലേ? 1 2 3 4 5 6 6 ടേം 67. അപ്പൊ 67 മൈനസ് ശ്രദ്ധിക്കാം നോക്കടാ. അടുത്തതാണ് 34 അല്ലേ? 34 ഞാൻ ചെയ്തു. ഡിവൈഡഡ് ബൈ അതിന്റെ പൊസിഷൻസ് മൈനസ് ചെയ്യണം. തൊട്ടടുത്തടുത്താണെങ്കിൽ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ദൂരെ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പൊസിഷൻ മൈനസ് ചെയ്യണം. നമുക്ക് ഇവിടെ 6 ആണ്, ഇവിടെ 3 ആണ് അല്ലേ? അപ്പൊ 6 - 3. ഓക്കെ. 67 - 34 എന്ന് പറഞ്ഞാൽ 33 അല്ലേ? 33. അപ്പൊ 33 ഡിവൈഡഡ് ബൈ താഴെ 3 വരും. ആൻസർ നമുക്ക് 11 കിട്ടും. ഓക്കെ. 11 കിട്ടി. കുഴപ്പമില്ലല്ലോ. സെറ്റ് അല്ലേ? അപ്പൊ 11 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം തേർഡ് ടേം 34 ആണ്. 34 തേർഡ് ടേം. പിന്നെ 6th ടേമിലേക്കാണ് നമ്മൾ 67 വന്നത്. ഓക്കെ. ബാക്കി ഫസ്റ്റ് 5 ആണ് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ? നോക്കടാ. തേർഡ് ടേം 34 ആണ്. അപ്പൊ അടുത്ത ഇതായിരിക്കും +11 ചെയ്താൽ മതി. എന്തുകൊണ്ടാ 45 വരും. ഓക്കെ. അടുത്ത ഇതാക്കി മക്കളെ 56 വരും. ഓക്കെ. അങ്ങനെ നമുക്ക് റൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ കൂട്ടി പോയി. കാരണം ഇവിടുത്തെ കോമൺ ഡിഫറൻസ് പോസിറ്റീവ് 11 ആണ്. അതുകൊണ്ട് നമ്മൾ കൂട്ടി പോയി. അപ്പൊ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് പോയാൽ മതി അല്ലെ? കുറച്ച് പോവാ. ഓക്കെ. അപ്പൊ 34 - 11 മക്കളെ 23 വരും. റെഡി? 23 - 11 12 വരും. മതി. ആൻസർ ആയി. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? റെഡിയാണ് മക്കളെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ടേം 2ഉം 5th ടേം 3ഉം അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ടേം. ഓക്കെ. തേർഡ് ടേം 2ഉം 5th ടേം 3 നമുക്ക് മൈനസ് ചെയ്യാം. 3 - 2 ഡിവൈഡഡ് ബൈ
3 - 2 ഞാൻ ചെയ്തു. റൈറ്റ് നിന്ന് ലെഫ്റ്റ് ആണ്. ഡിവൈഡ് ബൈ നോക്കിയാൽ 5th 3rd അല്ലേ. നമുക്ക് 5 - 3 ചെയ്യണം. 3 - 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഡിവൈഡ് ബൈ 5 - 3 പറഞ്ഞാൽ 2. 1/2 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ് അല്ലേ. ഹാഫ് വരും. ഹാഫ് എടേ നമുക്ക് 3rd ടേം 2 5th ടേം 5 അല്ലേ. നമ്മൾ ഫസ്റ്റ് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ 1 2 3rd നമുക്ക് തന്നിട്ടുണ്ട്. 3rd 2 ആണ് അല്ലേ. ഇവിടെ വന്നിട്ടുണ്ട് 5th ടേം 3 വന്നിട്ടുണ്ട്. ഓക്കെ 3rd 2 ആണ്. 4th ഇതായിരിക്കും +1/2 ഇതേപോലെ നോക്കടാ 2 1/2 2.5. ഓക്കെ 2ന്റെ മുന്നേ ഏതായിരിക്കും ഹാഫ് കുറയ്ക്കുക. അപ്പോൾ 1.5 കിട്ടും. 1.5 അതിന് മുന്നേതായിരിക്കും 1.5 ഹാഫ് കുറച്ച് മക്കളെ എന്തായിരിക്കും 1 ആയിരിക്കും. കിട്ടി. സിമ്പിൾ അല്ലേ. ഓക്കെ അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റൻ നോക്കിയാൽ മക്കളെ 5th ടേം 7 and 7th ടേം 5. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം. സാർ പറഞ്ഞാൽ നോക്കി മക്കളെ നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് കാണണം. കോമൺ ഡിഫറൻസ് 3rd ക്വസ്റ്റൻ ആണ്. 3rd ക്വസ്റ്റനിൽ കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ആദ്യം റൈറ്റ് നിന്ന് വരട്ടെ. 7th ടേമിലെ റൈറ്റിൽ വരുന്നത് 5 വന്നു. 5 മൈനസ് ശ്രദ്ധിക്കുക. പിന്നെ 5th ടേം 7 ആണ് അല്ലെ. 7 ഡിവൈഡഡ് ബൈ ഇനി അതിന്റെ പൊസിഷൻ മൈനസ് ചെയ്ത് മക്കളെ ഇതൊക്കെ 7th പൊസിഷൻ അവിടെ 7 മൈനസ് ഇത് 5th പൊസിഷൻ 5 വന്നു. അപ്പൊ 5 - 7 എന്ന് പറഞ്ഞെങ്കിൽ -2 ആണ്. -2 ആണ്. അതുകൊണ്ട് മൈനസ് വരും. കോമൺ ഡിഫറൻസ് മൈനസ് വരും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഓക്കെ ഡിവൈഡഡ് ബൈ 7 - 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. നമുക്ക് ആൻസർ കിട്ടും -1 കിട്ടും. ഓക്കെ സെറ്റ് ആണ്. റെഡിയാക്കാം. ശ്രദ്ധിക്കുക ഇത്രയും നേരം നമുക്ക് പോസിറ്റീവ് ആണ് കിട്ടിയത് കോമൺ ഡിഫറൻസ് ഒക്കെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കൂടി പോകുമ്പോൾ പോസിറ്റീവായിട്ട് വരും. പോസിറ്റീവായിട്ട് വരും. അത് ഓക്കെ റൈറ്റ് സൈഡ് ഇങ്ങനെ പോയി വരുമ്പം എന്താ കോമൺ ഡിഫറൻസ് കൂടി വരികയാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ നോക്കടാ കോമൺ ഡിഫറൻസ് കുറഞ്ഞ് വരികയാണ്. റൈറ്റിലേക്ക് നിങ്ങൾ പോകും തോറും കോമൺ ഡിഫറൻസ് കുറയും. അതായത് റൈറ്റിലേക്ക് പോകും തോറും വാല്യൂസ് കുറഞ്ഞ് വരും. മൈനസും വരാം. അത്രയേ ഉള്ളൂ ഉദ്ദേശിച്ചത്. മൈനസും വരാം. യാതൊരു പ്രശ്നവും. ഓക്കെ അപ്പൊ -1 കിട്ടിയേ. ശ്രദ്ധിക്കുക ഇനി നമുക്ക് 5th ടേം 7 7th ടേം 5. നമുക്ക് ഫസ്റ്റ് 5 ടേംസ് അല്ലേ വേണ്ടത്. നോക്കി 1 2 3 4 5th ടേം ഒക്കെ തന്നിട്ടുണ്ട് 7 തന്നിട്ടുണ്ട് അല്ലേ. 7 തന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് -1 നോക്കി മക്കളെ. അപ്പൊ അങ്ങോട്ട് പോകുന്നില്ല. അടുത്ത എന്തായിരിക്കും -1 വരുമ്പോൾ 6 ആയിരിക്കും. പിന്നെ എന്തായിരിക്കും 5 ആയിരിക്കും. അപ്പൊ അങ്ങോട്ട് പോകുന്നവരും -1 അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ എന്തായി മാറും? അത് +1 ആയിട്ട് മാറൂലേ മക്കൾ. നോക്കി ഇവിടെ നിന്ന് വരും 8 വരും. ഇവിടെ 9 വരും 10 വരും 11 വരും. ആൻസർ ആയി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് ടേം 11 -1 10 -1 9 -1 8 -1 7. ഓക്കെ അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് പോസിറ്റീവ് വരാം നെഗറ്റീവ് വരാം. അത് നിങ്ങൾക്ക് സെറ്റായി. ഓക്കെടാ പെട്ടെന്ന് അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്ന മക്കളെ. സമയമില്ല. റെഡി. വാട്ട് ഈസ് ദി 25th ടേം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 1 11 21 എക്സെട്ര. നോക്കിയടാ നമുക്ക് ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഒരു ടേം തന്നാൽ മതി. അരിത്മെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേമും അതിൻ്റെ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് കിട്ടും. ഓക്കെ കണ്ടുപിടിക്കാം. ആദ്യം എന്ത് ചെയ്യേണ്ടത് മക്കളെ? ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 11 - 1 തൊട്ടടുത്ത നമ്പേഴ്സ് ആണ്. സിമ്പിൾ ആയിട്ട് 10 നമുക്ക് കിട്ടി. ഓക്കെ റെഡി. എനിക്ക് ഫസ്റ്റ് ടേം എടുക്കുന്നു കേട്ടോ. ഫസ്റ്റ് ടേമിൽ x1 എടുക്കുന്നത്. x1 എന്ന് പറഞ്ഞാൽ 1 ആണ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ കുഴപ്പമില്ല. റെഡി. എന്നോട് എന്താ ചോദിച്ചത് മക്കളെ? 25th ടേം ആണ് ചോദിച്ചത്. അതായത് x25 ആണ് എന്നോട് ചോദിച്ചത് അല്ലെ. അപ്പൊ x25 കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി? നോക്കാം. x25 നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ടേം അറിയാവുന്ന x1 ഉണ്ടല്ലേ. അപ്പൊ ഞാൻ x1 എഴുതി നോക്കട്ടെ. പ്ലസ് ഈ 1 നിന്ന് 25ലേക്ക് ആവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 1 നിന്ന് ഞാൻ 25ലേക്ക് ആവണമെങ്കിൽ പോകുന്നെങ്കിൽ എന്ത് ചെയ്യണം? 24 കൂട്ടുന്നുണ്ട്. 24 കൂട്ടണം. അപ്പൊ ഞാൻ +24d. ഇത്രയേ ഉള്ളൂ പരിപാടി. എന്നോട് ചോദിച്ചത് 30 ആണ് വിചാരിച്ചു മക്കളെ. 30 ആണ്. എനിക്ക് ഫസ്റ്റ് ടേം മാത്രമേ അറിയുള്ളൂ. അപ്പൊ 1 നിന്ന് 30ലേക്ക് പോകാൻ ഞാൻ ചെയ്യണം നോക്കിയാ 29d ആയിരിക്കും. സിമ്പിൾ ആണ്. എന്നോട് ചോദിച്ചത് x40 ആണ്. 40th ടേം ആണ് ചോദിച്ചത്. എനിക്ക് അറിയാവുന്നത് വെറും x3 ആണ്. 3rd ടേം എനിക്ക് അറിയുള്ളൂ. ഓക്കെ കോമൺ ഡിഫറൻസ് അറിയാം. ഓക്കെ x3 ആണെങ്കിൽ ഓക്കെ +3 നിന്ന് 4ലേക്ക് പോകാൻ ഞാൻ 37 ചെയ്യണം. 37d. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഏത് ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസും പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു ടേമും പറഞ്ഞാൽ മതി. പ്രശ്നം തീർന്നു. സിമ്പിൾ ആണ്. ഓക്കെ നമുക്ക് x1 + 24d. ഓക്കെ x1 നമുക്കറിയാം 1 ആണ്. +24 × d നമുക്ക് എന്ത് കിട്ടിയിരുന്നു? 10 കിട്ടിയിരുന്നു അല്ലേ. അപ്പൊ എന്ത് കിട്ടും മക്കളെ? 241 ആണ് നമ്മളെ 25th ടേം എന്ന് പറഞ്ഞാൽ. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി. ഓക്കെ ഈ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കിട്ട് പല ടൈപ്പും ചോദിക്കും. നമുക്ക് ചെയ്യാം. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ 21st ടേം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 100 95 90 എക്സെട്ര. ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യണം കോമൺ ഡിഫറൻസ് കാണണം. കോമൺ ഡിഫറൻസ് ഡി. ശ്രദ്ധിക്കുക ഇവിടുത്തെ കോമൺ ഡിഫറൻസ് റൈറ്റ് നിന്ന് ലെഫ്റ്റ് മൈനസ് ചെയ്യുക. ശ്രദ്ധിക്കുക 95 - 100 ആണ്. ശ്രദ്ധിക്കുക ഇവിടെ -5 ആണ്. മൈനസ് വന്നു. യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ ശ്രദ്ധിക്കുക -5 വന്നപ്പോൾ നോക്കി അങ്ങോട്ട് പോകും തോറും കുറഞ്ഞ് വരല്ലേ. നമുക്കറിയാം.
ആരാണ് കാര്യമാണ് റെഡി. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താ വേണ്ടി 21st ടേം ആണ്. X21 ആണ് എനിക്ക് വേണ്ടത്. X21 കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും അറിയാവുന്ന ഇതാ ഫസ്റ്റ് ഇതൊക്കെ അറിയാം. ഇതാ x1 പ്ലസ് ശ്രദ്ധിക്കാം. ഇനി 1 21ലേക്ക് പോവാൻ ഞാൻ എന്ത് ചെയ്യണം? 20d എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. 20d പ്ലസ് ചെയ്യണം. 1 21ലേക്ക് പോവാൻ 20 പ്ലസ് ചെയ്യണം. അപ്പോൾ 20d. നോക്കിയടാ, x1 നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ട് 100 ആണ്. 100 പ്ലസ് 20 ഇൻറ്റു d എത്ര മക്കളെ? -5 ആണ് അല്ലേ? ഓക്കെ, -5 ആണ്. 100 നോക്കിയടാ, 20 ഇൻറ്റു -5 എന്ന് പറഞ്ഞാൽ -100. -100 എത്ര മക്കളെ? 0 ആണ്. 21st ടേം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 0 ആണ്. ശരിയാണടാ അല്ലെ? കുറഞ്ഞ് പോവല്ലേ? അപ്പൊ 21ാമതേക്ക് എത്തുമ്പം അത് എന്തായിട്ട് മാറുന്നു? 0 ആയിട്ട് മാറുന്നു. ഓക്കെ, സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പം ഏത് ടേം വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസും ഏതെങ്കിലും ഒരു ടേം നമുക്ക് അറിഞ്ഞാൽ മതി. സിമ്പിൾ ആയിട്ട് നമ്മൾ കാര്യം കിട്ടി അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 5th term of an arithmetic sequence is 21. 9th term is 41. ഓക്കെടാ, 5th term അല്ലേ? x5 എന്ത് തന്നിട്ട് നമുക്ക്? 21 തന്നിട്ടുണ്ട്. 9th term x9 നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 41 തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദി തേർഡ് ടേം ആണ് ചോദിച്ചത്. തേർഡ് ടേം. അപ്പോൾ നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഏത് ടേം വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഏതെങ്കിലും ഒരു ടേം അറിഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് 2 ടേം കൂടെ അറിയാം. പക്ഷെ ആരറിയണം? കോമൺ ഡിഫറൻസ് കൂടി അറിയണം. 2 ടേം അറിഞ്ഞിട്ട് ഈ കോമൺ ഡിഫറൻസ് അറിഞ്ഞിട്ട് സിമ്പിളായിട്ട് കിട്ടൂല. അപ്പോൾ കോമൺ ഡിഫറൻസ് ഈക്വൽ ടു നോക്കി മക്കളെ, റൈറ്റ് നിന്ന് ലെഫ്റ്റ് നോക്കി 9 അല്ലേ ഏറ്റവും കൂടുതൽ? അപ്പോൾ റൈറ്റ് 9 അല്ലേ? അപ്പോൾ 41 അല്ലേ? 41 മൈനസ് ഇവിടെ എന്തൊരു 21 ഡിവൈഡ്. അപ്പോൾ ഇനി അതിന്റെ പൊസിഷൻസ് ഇത് 9th ടേം ആണ്. അപ്പോൾ 9 മൈനസ് ഇവിടെ ഇതാ 5 ആണ് അല്ലേ? 5 ആണ്. ഓക്കെ, 41 മൈനസ് 21 എന്ന് പറഞ്ഞാൽ 20 കിട്ടും. ഡിവൈഡർ ബൈ 9 മൈനസ് 4 എത്ര? 4 ആണ് അല്ലേ? ആൻസർ തരും 9 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 4 ആണ്. ആൻസർ 5 കിട്ടി. നമുക്ക് കോമൺ ഡിഫറൻസ് 5 കിട്ടി. സെറ്റ് അല്ലേ മക്കളെ? നോക്കി, ഇനി നമുക്ക് 5th ടേമും 9th ടേമും തന്നിട്ടുണ്ട്. തേർഡ് ടേം കണ്ടുപിടിക്കാൻ പറയാം. നോക്കി മക്കളെ, തേർഡ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ 2 രീതിയിൽ ചെയ്യാം. എന്തായാലും 5th ടേം എത്രയാ? 5th ടേം ഇത് 5th ആണ്, ഇത് 4th ആണ്, ഇത് 3rd ആണ് അല്ലേ? അപ്പോൾ 5th ടേം നമുക്ക് ആൻസർ തരുന്നുണ്ട്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 21 തന്നിട്ടുണ്ട് അല്ലേ? 21 തന്നിട്ടുണ്ട്. അപ്പോൾ 5 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ 21 5 കുറച്ചാൽ മതി. അപ്പോൾ കിട്ടും 16 കിട്ടും അല്ലേ? ഓക്കെ, 16 5 മനസ്സിലാണെങ്കിൽ നമുക്ക് 11 കിട്ടും. 11 ആണ് നമ്മുടെ തേർഡ് ടേം കിട്ടുക. അല്ലെങ്കിൽ വേറെ രീതിയിൽ ചെയ്യാം. ഓക്കെ, x3 ആണ് നമ്മൾ ചോദിച്ചത്. x3 ഈക്വൽ ടു നമുക്ക് അറിയാവുന്നത് x5 അല്ലേ? 5th ടേം ആണ്. ഓക്കെടാ, 5 നിന്ന് 3ലേക്ക് പോകാൻ ഞാൻ എന്ത് ചെയ്യണം? 2 മൈനസ് ചെയ്യണം അല്ലേ? -2d. x5 എത്രയാ? x5 നമുക്ക് 21. അപ്പോൾ 21 മൈനസ് 2 ഇൻറ്റു d എത്രയുടെ? 5 അല്ലേ? അതായത് 21 മൈനസ് 10 കിട്ടും. അതായത് 11. ആൻസർ വരും 11 വരും. 11 തന്നെയല്ലേ 11? ഓക്കെ, അപ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഇഷ്ട രീതിയിൽ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കിട്ടി. വലുതൊക്കെയാണ്, വലിയ ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഓക്കെ, റെഡി? സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, 101 is a term of the arithmetic sequence 13, 24, 35, etc. What about 1001? ഇതും വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു നമ്പർ നമ്മൾ തരും. ആ നമ്പർ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും ടേം ആണോ എന്നാണ് ചോദിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം മക്കളെ. അതായത് നിങ്ങൾ എന്ത് ചെയ്യടാ, ഈ 101 മൈനസ് ഫസ്റ്റ് ടേം ചെയ്യുക. ഫസ്റ്റ് ടേം ആണ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ടേം ചെയ്യുക. എത്ര? 30. 101 മൈനസ് 30 എത്ര കിട്ടാ? ഓക്കെ, 11ൽ 8 വരും. 88 കിട്ടും. ഓക്കെ, 88 കിട്ടും. ഇനി നിങ്ങൾ ഇതിന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചേ. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞെങ്കിൽ 24 മൈനസ് 13 ആണ്. എത്രടാ? 11 ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഞാൻ ആദ്യം എന്ത് ചെയ്തത്? ഓക്കെ, 101 മൈനസ് ഫസ്റ്റ് ടേം ചെയ്തു. അപ്പോൾ നമുക്ക് ഇത് 88 കിട്ടി. ഇതിന്റെ കോമൺ ഡിഫറൻസ് 11 കിട്ടി. ഇനി എന്താ നിങ്ങൾ ചെയ്യുന്നത്? ചെക്ക് ചെയ്യുക ഈ 88 ഡിവിസിബിൾ ബൈ കോമൺ ഡിഫറൻസ് ആണോ എന്ന്. ഈസ് 88 ഈസ് ഡിവിസിബിൾ ബൈ 11, അതായത് കോമൺ ഡിഫറൻസ്. നമ്മൾ കോമൺ ഡിഫറൻസ് ആണോ? ഡി ആണോ നോക്കിയാൽ മതി. ആണോ അല്ലേ മക്കളെ? 88 ഡിവൈഡഡ് ബൈ 11 എന്നാണ് കറക്റ്റായിട്ട് ഡിവിസിബിൾ അല്ലേ? ആണല്ലോ അല്ലേ? അതുകൊണ്ട് തന്നെ therefore 101 ഈസ് എ ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിന് ടേം ആയിരിക്കും 101 എന്ന് പറഞ്ഞാൽ. നമുക്ക് കിട്ടുന്ന ഈ ആൻസർ അല്ലേ? 88 ഡിവൈഡ് ബൈ 11 എത്ര മക്കളെ? 8 അല്ലേ? 8 ആണ്. ഓക്കെ, ഈ 8th ടേം ആയിരിക്കും ആര്? നമ്മുടെ ഈ 101 എന്ന് പറഞ്ഞാൽ 8ാമത്തെ ടേം ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി 1001 ഇത് നിങ്ങൾ ഒറ്റ ചെയ്ത് നോക്കി മക്കളെ. 1001 എങ്ങനെ ചെയ്യാം? അപ്പോൾ 1001 ഡിവൈഡഡ് ബൈ 13 ചെയ്യാം. അപ്പോൾ ഒരു ആൻസർ കിട്ടും. ആ ആൻസർ ഡിവിസിബിൾ ബൈ നമ്മുടെ കോമൺ ഡിഫറൻസ് 11 ആണ് നോക്കിയാൽ മതി. കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ട് വന്നായിരിക്കും അതിലെ ടേം ആയിരിക്കും. ആ പോകുന്ന കിട്ടുന്ന ആൻസർ ഇല്ലേ? ആ ആൻസർ ആയിരിക്കും എത്രാമത്തെ ടേം ആണെന്നുള്ളത്. ഓക്കെ,
സെറ്റല്ലേ? റെഡിയാണ്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഡീപോട്ടും. The fourth term of the arithmetic sequence is 8. What is the sum of third, fourth and fifth term? Sum എത്തി. നമ്മൾ സമ്മിലേക്ക് എത്തിയിരിക്കുകയാണ് മക്കളെ. സമ്മ് ഓടാണെങ്കിൽ നമുക്ക് ഓടാണെങ്കിൽ സമ്മ് എന്ന് പറഞ്ഞെങ്കിൽ സം ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇത് നട മിഡിൽ ടേം അല്ലെ? മിഡിൽ ടേം ആണ്. ഇത് നട നമ്പർ ഓഫ് ടേംസ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓടാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് മക്കളെ, മനസ്സിലാക്കി വെക്കുക. ഓടാണെങ്കിൽ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. സെറ്റ് അല്ലേ? ഓക്കെ, നമുക്ക് വേണ്ടി വാട്ട് സം ഓഫ് തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടേംസ് അല്ലേ വേണ്ടി നമുക്ക്. നമ്മൾ നോക്കി x3 പ്ലസ് x4 പ്ലസ് x5 ആണ് നമ്മളോട് ചോദിച്ചത് അല്ലേ? x5 ആണ് നമ്മളോട് ചോദിച്ചത് മക്കളെ. ഇത് ഓടാണോ ഈവൻ ആണോ? ഓടല്ലേ? മൂന്നെണ്ണല്ലേ? അപ്പൊ സം എന്ന് പറഞ്ഞെങ്കിൽ സം ഈക്വൽ ടു മിഡിൽ ടേം മക്കളെ x4 ആണ്. അപ്പൊ x4ന്റെ നമ്പർ ഓഫ് ടേംസ് എത്ര? 1 2 3 3. ഓക്കെ, x4 നമുക്ക് തന്നിട്ടുണ്ടോ? ഫോർത്ത് നമുക്ക് തന്നിട്ടുണ്ടോ? ഫോർത്ത് ടേം എത്ര? 8 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ 8 × 3 ആയിരിക്കും. 8 × 3 എന്ന് പറഞ്ഞാൽ 24 ആണ്. സം നമുക്ക് എന്ത് കിട്ടി? 24 എന്ന് കിട്ടി. ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കളെ? മനസ്സിലാക്കി വെക്കുക. ഓടാണെങ്കിൽ സം എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ്. മിഡിൽ ടേമിന് നമ്പർ ഓഫ് ടേംസ്. സെറ്റ് അല്ലേ? മിഡിൽ ടേം പറഞ്ഞാൽ നടുവത്തെ ടേം. നമ്പർ എത്ര ടേംസ് ഉണ്ട്? നമ്പർ ഓഫ് ടേംസ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ the common difference of an arithmetic sequence is 2 അല്ലേ? അപ്പോൾ d equal to നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ അതുണ്ട്. and sum of the 9th 10th and 11th term is 90. മക്കളെ നോക്കി, x9 അല്ലേ? x9 പ്ലസ് പിന്നെ x10 പ്ലസ് x11 ഈക്വൽ ടു 90 ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, കാൽക്കുലേറ്റ് ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഫസ്റ്റ് 3 ടേംസ് ആണ് നമുക്ക് വേണ്ടത്. മക്കൾ നോക്കിയേ, സമ്മ് തന്നിരിക്കുന്നത് 90 ആണ്. ഇനി കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, സമ്മ് നോക്കിയടാ. ഇത് നമ്പർ ഓഫ് ടേംസ് ഈവൻ ആണോ ഓടാണോ? ഓടാണ് അല്ലേ? ഓടാണെങ്കിൽ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് അല്ലേ? മിഡിൽ ടേം പറഞ്ഞാൽ x10 അല്ലേ മക്കളെ? x10 ഇൻറ്റു മിഡിൽ ടേമിന് x10 ആണ്. നമ്പർ ഓഫ് ടേംസ് അറിയാം 1 2 3 ആണ്. അത് നമുക്ക് ഓടി തന്നിട്ടുണ്ട് എത്ര? 90 ആണ് തന്നിട്ടുണ്ട്. ശരിയല്ലേ? നേരത്തെ മിഡിൽ ടേം നമുക്ക് തന്നിട്ടുണ്ട്, സം തന്നില്ല. ഇവിടെ സം തന്നിട്ട് മിഡിൽ ടേം തന്നില്ല. ഓക്കെ, മൂന്നെണ്ണാവുമ്പോൾ മിഡിൽ ടേം x10 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 3 ആണ് ഈക്വൽ ടു 90 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. റെഡിയല്ലേ? ഓക്കെ, അപ്പൊ x10 ഈക്വൽ ടു x10 എന്ന് പറഞ്ഞെങ്കിൽ 90 ഈ 3 അങ്ങോട്ട് പോയാൽ ഡിവൈഡ് ബൈ 3 ആവും. ഈക്വൽ ടു നമുക്ക് കിട്ടും 30 എന്ന് കിട്ടും. x10 30 എന്ന് കിട്ടി. ഓക്കെ, x10 ആണ്. 10th ടേം നമുക്ക് 30 എന്ന് കിട്ടി. നമ്മളൊന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് കാൽക്കുലേറ്റ് ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്. ഫസ്റ്റ് 3 ടേംസ് ആണ് കാണേണ്ടത്. എനിക്ക് ആദ്യം ഞാൻ ഫസ്റ്റ് ടേം കാണാൻ പോകുന്നു, അതായത് x1 കാണാൻ പോകുന്നു. x1 ഈക്വൽ ടു നമുക്ക് അറിയാവുന്നത് ഏതാ? x10 നമുക്കറിയാം. നോക്കി, x10 എഴുതി. x10 മക്കളെ ഈ 10 നിന്ന് 1ലേക്ക് പോയാൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എത്ര ചെയ്യണം? 9 ചെയ്യണം. -90. ഓക്കെ അല്ലേ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, x1 ഈക്വൽ ടു x10 നമുക്കറിയാവുന്നത് മാത്രം അല്ലെ? മൈനസ് 10 നിന്ന് 1ലേക്ക് പോകണമെങ്കിൽ -90 ഈക്വൽ ടു നോക്കിയിട്ട് x1 ഈക്വൽ ടു മക്കളേതാ? x10 എത്രയത്? 30 കിട്ടില്ലേ? 30 - 9 ഇൻറ്റു d എത്രടാ? d നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 2 ആണെന്നുണ്ട്. അതായത് x1 ഈക്വൽ ടു 30 - 9 ഇൻറ്റു 2 പറഞ്ഞാൽ 18 ആണ്. 13 - 2 18 എത്ര മക്കളെ? 12 ആണ്. x1 എന്ന് പറഞ്ഞാൽ 12 ആണ്. ഫസ്റ്റ് ടേം 12 ആണ്. 12 എഴുതി. സെക്കൻഡ് ടേം എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി അല്ലേ? എത്രടാ? 14 ആയിരിക്കും. തേർഡ് ടേം എത്രടാ? 16 ആയിരിക്കും. ഫസ്റ്റ് 3 ടേംസ് കിട്ടി. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡിയാണ്? അടിപൊളി ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അടുത്തേക്ക് പോകുന്നത് പെട്ടെന്ന് പോട്ടെ. Sum of the first 3 terms of arithmetic sequence is 30. First 3 terms in the sum 30 തന്നിട്ടുണ്ട്. And the sum of the first 7 terms is 140 തന്നിട്ടുണ്ട്. Calculate the second term, calculate the fourth term. What are the first 3 terms of the sequence? നമുക്ക് നോക്കാം. അതാ മക്കളെ, ഫസ്റ്റ് 3 terms of the arithmetic 30 തന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് x1 പ്ലസ് x2 പ്ലസ് x3 എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ എത്ര തന്നിട്ടുണ്ട്? 30 എന്നുണ്ട്. ഫസ്റ്റ് 3 ടേംസ് 1 2 3 ഓടാണെങ്കിൽ സം എന്താ? സം ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണോ അല്ലേ? അപ്പോൾ മിഡിൽ ടേം എത്ര മക്കളെ? x2 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എത്ര? 1 2 3 ആണ് നമ്മൾ എന്ത് പറഞ്ഞത്? നമ്മുടെ 30 എന്ന് പറഞ്ഞെങ്കിൽ x2 എന്തായിരിക്കും? 30 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. നമുക്ക് എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. x2 സെക്കൻഡ് ടേം നമ്മൾ കണ്ടുപിടിച്ചു. സിമ്പിളായിട്ട് കണ്ടുപിടിച്ചു. ഇനി ഇതാ ഫോർത്ത് ടേം നമുക്ക് വേണ്ടത്. ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലൂ തന്നിട്ടുണ്ട്. ഫസ്റ്റ് 7 ടേംസിന് 140 ആണ് അല്ലേ? നോക്കിയാ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ്
x5 പ്ലസ് x6 പ്ലസ് x7 എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് എന്താണ് ക്വസ്റ്റനിൽ 140 തന്നിട്ടല്ലേ 140 തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനി മക്കളെ ഇതിന്റെ മിഡിൽ ടേം നോക്കിടാ. എന്താ കാരണം മിഡിൽ ടേം കാണാറുണ്ട്? 1 2 3 4 5 6 7 7 ആണ്. 7 എന്ന് പറഞ്ഞാൽ ഓഡാണ്. ഓഡാണെങ്കിൽ നമുക്ക് നമ്മുടെ സം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം, മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. മിഡിൽ ടേം അതോടെ x4 അല്ലേ, x4 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ഇവിടെ 7 ആണല്ലേ, 7 ഈക്വൽ ടു 140. അപ്പോൾ നമുക്ക് x4 എന്ന് കിട്ടും. x4 ഈക്വൽ ടു 140 ഡിവൈഡഡ് ബൈ 7 കിട്ടും. എത്ര? 14/7 എത്ര മക്കളെ? 2 ആണ്. 20 എന്ന് കിട്ടി നമുക്ക്. x നമുക്ക് 20 എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ? റെഡിയാണ് മക്കളെ. അവസാനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. നിങ്ങൾ ഹോംവർക്ക് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം അല്ലേ, കമന്റ് താഴെ ഇടണം, കമന്റ് ചെയ്യണം മക്കളെ. കമന്റ് എന്താ ചെയ്യേണ്ടത്? വാട്ട് ആർ ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീരീസ്? ഫസ്റ്റ് 3 ടേംസ് കാണാൻ പറഞ്ഞേ. ഫസ്റ്റ് 3 ടേംസ് കാണുമ്പോൾ ആദ്യം എന്ത് കാണണം? കോമൺ ഡിഫറൻസ് കാണണം. കോമൺ ഡിഫറൻസ് കാണാൻ 2 ടേംസ് കിട്ടിയാൽ പോലെ. 2 ടേംസ് 2 കിട്ടിയില്ല നമുക്ക്. x2 x4 കിട്ടി. 20 മൈനസ് x2 എത്ര മക്കളെ? 10 അല്ലേ, ഡിവൈഡഡ് ബൈ അതിന് പോർഷൻ പറഞ്ഞേ 4ഉം 2 എത്ര വരും മക്കളെ? 10 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? നമുക്ക് 5 കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് 5 കിട്ടിയേ. ഇനി x1 സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചിട്ട് x1 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും എടുക്കുക. x4 എടുക്കുക. x4 4 1ലേക്ക് പോകാൻ -3d ചെയ്താൽ മതി, x1 കിട്ടും. ഇനി ജസ്റ്റ് പ്ലസ് ചെയ്താൽ മതി. കോമൺ ഡിഫറൻസ് പ്ലസ് ചെയ്ത് പോയാൽ മതി. അത് നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് കമന്റ് ബോക്സിൽ ഇട്ട് തരണം മക്കളെ. എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതാ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫുൾ മാർക്കിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ബാക്കി, അതായത് x1 നിങ്ങൾ കണ്ടുപിടിക്കാതെ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. സിമ്പിളായിട്ട് കൊടുത്താൽ മതി. x4 നമുക്ക് എത്ര? x4 10 എന്ന് പറയാം. -3 ഇൻറ്റു d എത്ര? 5 ആണ്. ആൻസർ കിട്ടി. ഇനി +5 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് 3 ടേംസ് കിട്ടി. നിങ്ങൾ ചെയ്യൂലേ? ചെയ്യണം. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞെങ്കിൽ സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 150 ആൻഡ് സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് എന്ന് പറയാം 5/0 ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ തേർഡ് ടേം? വാട്ട് ഈസ് ദി 8th ടേം? ഫൈൻഡ് ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് സീക്വൻസ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും വീണ്ടും എനിക്ക് കമന്റ് തരും കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ ചെയ്തരാം. ഓക്കെ, ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് ആണ് 150 എന്ന്. അതായത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 5 ടേംസിന്റെ സം എന്ന് പറഞ്ഞാൽ 150 എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് 5 ആണ്. 5 എന്ന് പറഞ്ഞാൽ ഓടാണ്. ഓടാണെങ്കിൽ സം ഈക്വൽ ടു മിഡിൽ ടേമിന് നമ്പർ ഓഫ് ടേംസ് നമുക്കറിയാം. വീണ്ടും പറയണേ, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ മിഡിൽ ടേം എത്ര? x3 ആണ് അല്ലേ. അപ്പോൾ x3 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എത്ര? 1 2 3 4 5. 5 ഈക്വൽ ടു 150. ഓക്കെ, അപ്പോൾ x3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x3 ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും. എത്രയാണ് മക്കളെ? 30 അല്ലേ. അപ്പോൾ x3 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 30 ആണെന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ ആയിട്ട് കിട്ടി. തേർഡ് ടേം 30 കിട്ടി. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയത് വാട്ട് ഈസ് ദി 8th ടേം ആണ് ചോദിച്ചത്. നമുക്ക് ക്ലൂ എന്താ തന്നെ? സം ഓഫ് ദി ഫസ്റ്റ് 10 ടേംസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 10 ടേംസ് ആണ്. സാർ എഴുതി തരാം അവിടെ. ഓക്കെ, x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് 10 ടേംസ് ആണ് പറഞ്ഞത്. x5 x6 x7 x8 x9 x10 അല്ലേ. 10 ടേംസ് എത്ര തന്നിട്ട് ക്വസ്റ്റ്യനിൽ തന്നെ 550 ആണ് തന്നിട്ട് അല്ലേ. 550 ആണ് തന്നിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, 10 ടേംസ് ആണ്. തെറ്റിക്കരുത് മക്കളെ. 10 ടേംസ് എന്നാൽ ഈവൻ ആണോ ഓടാണോ? ഓടാണ്. ഓടാണെങ്കിൽ സമ്മ് കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞെങ്കിൽ എന്താണ്? n/2 നമ്പർ ഓഫ് n/2 സം ഓഫ് 1 പെയർ. നമ്മൾ പറയാം, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറയാം. പക്ഷേ ഇവിടെ അത് പറ്റൂല. ഓക്കെ, നമുക്ക് പെയർ ഒന്നും അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. സാർ വെറുതെ പറയില്ല. ഈ ക്വസ്റ്റ്യൻ ഓൺ എക്സാമിൽ വരുമ്പോൾ അന്ന് നിങ്ങൾ പറയും. അന്ന് നിങ്ങൾ വീണ്ടും വന്ന് കമൻറ്റ് തരും അല്ലേ. ഓക്കെ മക്കളെ, എന്താണ് ചെയ്യേണ്ടത്? ഇതിന് മിഡിൽ ടേം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഈവൻ ആണ്. പക്ഷേ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? ഫസ്റ്റ് 5 ടേംസിന്റെ സം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇല്ല മക്കളെ, ഫസ്റ്റ് തന്നെ സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് എന്ന് പറഞ്ഞാൽ 150 ആണ്. അപ്പോൾ ഇത് മൊത്തമായിട്ട് 150 അല്ലേ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് മാത്രം ഇതാ പോണേ. നോക്കി, x6 പ്ലസ് x7 പ്ലസ് x8 പ്ലസ് x9 പ്ലസ് x10 ഈക്വൽ ടു ഇവിടെ നോക്കിയാൽ ഇവിടെ ഓൾറെഡി 550 ഉണ്ട്. ഇനി ആ 150 അങ്ങോട്ട് വരുമ്പം -150 ആവൂലേ. അതിൻ്റെ അർത്ഥം എന്താ മക്കളെ? 550 - 150 തരാം എത്ര വരും? 400 വരും അല്ലേ. 400 വരും.
ഓക്കെ, സെറ്റ് അല്ലേ? ഇനി നോക്കി മക്കളെ, ഇവിടെ നോക്കി 1 2 3 4 5 ഇത് 5 ടേംസിന്റെ സമ്മാണോ? ഇവിടെ 5 ടേംസിന്റെ സമ്മാണോ? ആണല്ലോ അല്ലെ, 5 ടേംസിന്റെ സമ്മാണ്. 5 എന്ന് പറഞ്ഞാൽ വീണ്ടും ഓടായി മാറിയില്ലേ, ഓടായി. ഇനി ഇതിന്റെ മിഡിൽ ടേം എന്താ? ഇതിന്റെ മിഡിൽ പറഞ്ഞാൽ x8 ആണ്. ഓക്കെ, അപ്പൊ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് അല്ലെ, x8 നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് മക്കളെ 5 അല്ലേ, 5 ആണ് നമ്മൾ ഇത് പറഞ്ഞ ഈ 400 എന്ന് പറഞ്ഞാൽ. അപ്പോൾ x8 ഈക്വൽ ടു തരും, x8 ഈക്വൽ ടു 400 ഡിവൈഡഡ് ബൈ 5 വരും മക്കളെ. 400 ഡിവൈഡ് ബൈ 5 തരാ 80 കിട്ടില്ലേ? അപ്പോൾ നമുക്ക് x3 എന്ന് പറഞ്ഞാൽ 13 കിട്ടി, x8 എന്ന് പറഞ്ഞാൽ 80 കിട്ടി. നമ്മൾ ക്വസ്റ്റൻ ചോദിച്ചത് 8th ടേമിൽ ചോദിച്ച് ആണ്. അപ്പോൾ 2 ടേംസ് കിട്ടി, 2 ടേംസ് കിട്ടി. നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കാം അല്ലേ. എന്താണ് നിങ്ങൾ താഴെ കമന്റ് ബിലോ താഴെ നിങ്ങൾ നേടാ കമന്റ് ചെയ്യാം. ഓക്കെ, സെറ്റ് അല്ലേ, റെഡിയാണ്. ഇതാ ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റൻ പറഞ്ഞെങ്കിൽ ദ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5 അല്ലേ. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞെങ്കിൽ 5 തന്നിട്ടുണ്ട്. ആൻഡ് സം ഓഫ് ദി ഫസ്റ്റ് 6 ടേംസ് ഈസ് 105. ഫസ്റ്റ് 6 ടേംസ് ആണ് 105 എന്ന് പറഞ്ഞത്. ഫസ്റ്റ് 6 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് 105 തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി ഫസ്റ്റ് 6 ടേംസ് ഓഫ് ദി സീക്വൻസ് അല്ലെ. ഫസ്റ്റ് 6 ടേംസ് ഒന്ന് കണ്ടുപിടിക്കണം മക്കളതാ. ഇവിടെ വീണ്ടും നോക്കിയേ, ശ്രദ്ധിക്കുക. എന്താ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. x5 മുതൽ 5 കൊടുത്തതിന് ശേഷം അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിയും, കിട്ടും. നോക്കി നടുത്ത ടേം കിട്ടും. നടുത്ത ടേം നമുക്ക് x4 എന്ന ടേം കിട്ടും, x4 എന്ന ടേം കിട്ടും. നമുക്കതല്ല വേണ്ടി ഫസ്റ്റ് 6 ടേംസ് കാണാം. ശ്രദ്ധിക്കുക, വേറെ രീതിയിൽ നമുക്ക് സം ഓഫ് ഈവൻ നമ്പർ തരാണെങ്കിൽ, ഈവൻ നമ്പർ ഓഫ് ടേംസ് തരാണെങ്കിൽ, ഈവൻ ആണ് തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ സം എന്ന് പറഞ്ഞെങ്കിൽ ഈവൻ എന്ന് പറഞ്ഞെങ്കിൽ സം ഈക്വൽ ടു n/2 ഇൻറ്റു സം ഓഫ് 1 പെയർ ആയിരിക്കും. n/2 സം ഓഫ് 1 പെയർ ആയിരിക്കും മക്കളെ. പെയർ എന്ന് ഞാൻ പറഞ്ഞല്ലോ, പെയർ എപ്പോഴും ശ്രദ്ധിക്കാം, ഫസ്റ്റ് പെയറും ലാസ്റ്റ് പെയറും ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഒരു പെയർ ആയിരിക്കും. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഓൾവേസ് പെയർ ആയിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കുക, ഈവൻ ആവുമ്പോൾ മാത്രം കേട്ടോ, ഈവൻ ആവുമ്പോൾ മാത്രമാണ് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും എപ്പോഴും പെയർ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ പെയർ ഏതൊക്കെയാണ്? x1 ആൻഡ് x6 എന്താണ് ഒരു പെയറാണ്. ഇനി നിങ്ങൾ വേറെ പെയർ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 1 + 6 എത്രയാ 7 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് 7 ആണതൊക്കെ എന്തായിരിക്കും? പെയർ ആയിരിക്കും. ഇവിടെ ഏതൊക്കെയാണ് സംഭവം വരാ? 3ഉം 4ഉം പെയർ ആയിരിക്കും അല്ലേ. x3 ആൻഡ് x4 എന്നാണ് പെയർ ആയിരിക്കും. നമ്പർ ഓഫ് ടേംസ് പ്ലസ് ചെയ്യുക നോക്കില്ല, 3 + 4 എത്രയാ 7 ആണ്. ഇവിടെ 7 കിട്ടി, അപ്പോൾ ഇവിടെ 7 കിട്ടി. അപ്പോൾ നോക്കിയാൽ 3ഉം 4ഉം x4ഉം x3 എന്തായിരിക്കും? പെയർ ആയിരിക്കും. അതുപോലെ വേറൊരു പെയർ പറഞ്ഞേ x2 7 കിട്ടണേ. അപ്പോൾ 2 + 5 ആണ് 7. അപ്പോൾ x5 എന്തായിരിക്കും? ഒരു പെയർ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സം എന്ന് പറഞ്ഞാൽ ഇവിടെ സം ഈക്വൽ ടു n/2 നോക്കല്ലേ. n/2 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പേഴ്സ് ഉണ്ട് 6 അല്ലേ. 6/2 ഇൻറ്റു സം ഓഫ് 1 പെയർ. സം ഓഫ് 1 പെയർ അല്ലേ മക്കളെ, ഏതെങ്കിലും ഒരു പെയർ. ഞാൻ x1 x6 എടുക്കുക, കാരണം ഈ x1 എനിക്ക് അറിയണോടാണ്. x1 + x6. ഓക്കെ, അപ്പോൾ സം ഈക്വൽ ടു 6/2 എന്നാൽ 3 ആണ്. 3 ഇൻറ്റു x1 + x6 എത്ര മക്കളെ? x1 നമുക്ക് തന്നിട്ടില്ല ക്വസ്റ്റനിൽ. x1 എത്ര തന്നിട്ടുണ്ട്? x1 ഈക്വൽ ടു എത്ര? 5 വന്നിട്ടുണ്ട്. 5 + x6 ആണ്. നമുക്ക് സം തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ മക്കളെ. സം എത്ര? 105 തന്നില്ലേ. അപ്പോൾ നമുക്ക് 105 എന്ന് കൊടുത്തൂടെ? ഇത് ഞാൻ 105 എന്ന് കൊടുത്തു. ഓക്കെ, ഈ 3 ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ 105 ഡിവൈഡഡ് ബൈ 3 എന്തായിരിക്കും? 5 + x6 ആയിരിക്കും. 105 ഡിവൈഡ് ബൈ 3 എത്രയാ? 105 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം 35 അല്ലേ. 35 ഈക്വൽ ടു x6 + 5 ആണ്. അപ്പോൾ x6 നമുക്ക് എന്ത് കിട്ടി മക്കളെ? 35 - 5 അതായത് 30 എന്ന് കിട്ടി. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രശ്നമില്ല. അപ്പോൾ x6 നമുക്ക് 30 എന്ന് കിട്ടി. x1 ഈക്വൽ ടു 5 ആണ് നമുക്ക് കിട്ടി. ഓക്കെ, ഇത് രണ്ടെണ്ണം കൂടി മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 30 - 5 ഡിവൈഡഡ് ബൈ 5 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. കോമൺ ഡിഫറൻസ് കിട്ടുന്നെങ്കിൽ ഫസ്റ്റ് 6 ടേംസ് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുകൂടെ കാണാം അല്ലേ. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ മക്കളെ. അപ്പോൾ സമ്മ് നോക്കി ഈവൻ വരികയാണെങ്കിൽ n/2 ഇൻറ്റു സം ഓഫ് 1 പെയർ. എപ്പോഴും ശ്രദ്ധിക്കുക, പെയർ എടുക്കുമ്പം ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും എന്തായിരിക്കും? ഒരു പെയർ ആയിരിക്കും. ആ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടി കൂട്ടുന്ന നമ്പർ ഇല്ലേ, ആ നമ്പർ കിട്ടിയാൽ മതി. ബാക്കിയെല്ലാം പെയർ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് മക്കളെ, അതായത് നമ്മളൊരു കോഴ്സ് കാര്യങ്ങൾ വെക്കുന്നുണ്ട്. ഇപ്പോൾ 70% ആണ് നമ്മളെ ഈ റേസിൻ്റെ ഓഫർ വരുന്നത് കേട്ടോ. 70% ഓഫർ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, താല്പര്യമുണ്ടെങ്കിൽ, ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ എക്സ്ട്രാ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ റേസിൽ നിങ്ങൾ എന്തെങ്കിലും ജോയിൻ ചെയ്യുക. നിങ്ങൾ ഫൗണ്ടേഷൻ കോഴ്സാണ്, അതായത് നിങ്ങളെ +1 + 2 ഒക്കെ ഇപ്പോഴേ നിങ്ങൾ പഠിപ്പിച്ച് സെറ്റാക്കി തരും.
ഓക്കെ ആണേ, സെറ്റ് അല്ലേ? അപ്പം നിർബന്ധമായിട്ടും അടിപൊളിയായിട്ട് പഠിക്കും മക്കളെ. ഓണം എക്സാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനൽ എക്സാം നിങ്ങളെ പബ്ലിക് എക്സാമിലേക്ക് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പം നമുക്ക് അടുത്ത ചാപ്റ്ററിലും ഇതേപോലെ തന്നെ ഷോർട്ട് വീഡിയോസിന് ആയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. എല്ലാം സെറ്റാന്ന് വിചാരിക്കും. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.